ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി ഒന്ന് കാണണം. ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി മദ്രസയെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. മദ്രസയെ വിമർശിക്കുന്നവർ പോലും ഒന്ന് കേൾക്കേണ്ടതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് മനസ്സിലാക്കണം എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ വീഡിയോ നമുക്ക് നൽകുന്നത്. മദ്രസ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണെന്നും മദ്രസയിൽ പഠിച്ചതുകൊണ്ടുള്ള ഗുണം എന്താണെന്നും ആ പെൺകുട്ടി പറയുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന യുപിയിലെ ഉപമുഖ്യമന്ത്രിയുടെ ഒരു പരാമർശമുണ്ട്. മദ്രസകളിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഭയങ്കര കുഴപ്പങ്ങളാണെന്ന്, അവർക്ക് തീവ്രവാദ ചിന്തകളാണെന്ന്. സാറ് പറഞ്ഞത് ശരിയാണ്. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ സമൂഹത്തിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദികളെ. കേട്ടോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കാണിക്കുന്ന സ്നേഹവും ആദരവുമാണ്. ഇസ്ലാം മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവരുടെ കുടുംബ ബന്ധങ്ങളെ ഒരു വില നൽകി വിലമതിക്കാനുമാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിന്റെ ആദ്യ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നെന്താണെന്നറിയോ? മാതാപിതാക്കളോടുള്ള ബഹുമാനവും അവരുടെ കുടുംബത്തോടുള്ള സ്നേഹവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സർ നമ്മുടെ നാട്ടിലെ വൃദ്ധസദനങ്ങളിൽ സ്വന്തം മാതാപിതാക്കളെ കൊണ്ടുവന്ന് കളയുന്ന കാര്യത്തിൽ ഈ പറയുന്ന തീവ്രവാദ ചിന്തയുള്ളവർ പിറകിൽ നിൽക്കുന്നത്. പിന്നെ ജാതിയും മതവും ഒന്നും നോക്കാതെ തന്നെയാണ് സർ അങ്ങ് ഈ പറഞ്ഞ മദ്രസയിൽ പഠിച്ചവർ എല്ലാ തരത്തിലും സഹായഹസ്തം എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തല ചായ്ക്കാൻ സ്വന്തമായ ഒരു വീടില്ലാത്ത 16-ലധികം കുടുംബങ്ങൾക്ക് സ്നേഹസേന എന്ന സംഘടനയിലൂടെ സുരക്ഷിതമായ വീട് വെച്ച് നൽകിയതും കിണറുകളും ശൌചാലയങ്ങളും അതുപോലെ തന്നെ നിരവധി കുട്ടികൾക്ക് പഠന സഹായങ്ങളും ഒക്കെ നൽകിയത്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സേവന പ്രവർത്തനങ്ങൾ അവരുടേതായുണ്ട്. അവിടെ ജാതിയും മതവും ആരും ഒന്നും നോക്കിയിട്ടില്ല സർ ഇതൊക്കെ ചെയ്തത്. നാട്ടിലൊരു പ്രതിസന്ധി എന്ന് കണ്ടാൽ ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണ് സർ ഓരോരുത്തരും. 2018 പ്രളയകാലത്ത് ആലപ്പുഴ മുതൽ വടക്കോട്ട് മറ്റെല്ലാ ജില്ലകളും വെള്ളത്താൽ മുങ്ങിയപ്പോൾ അവിടെ കുടിവെള്ളത്തിനായി മറ്റൊരു ആശ്രയം ഇല്ലാതിരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം അവിടെ നിന്ന് എടുത്തോളൂ എന്ന്. ആ പറഞ്ഞത് സാറി പറഞ്ഞതുപോലെ മദ്രസയിൽ പഠിച്ച ഒരാൾ തന്നെയാണ്. ഇത് എന്റെ അറിവിലുള്ള എന്റെ അനുഭവത്തിലുള്ള ഒരു ചെറിയ കാര്യമാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയാൻ ഓരോരുത്തർക്കും കാണും. ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും, അതായത് ഇപ്പോ വയനാട് ദുരന്തം, ഈ ഒരു ദുരന്തം ഉണ്ടായി അവിടെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് എന്ന കൂട്ടായ്മയാണ് ഏറ്റവും മനോഹരമായ പ്രവർത്തനങ്ങൾ നടത്തിയത്. മുസ്ലിം ലീഗാണ് ആദ്യമായി അവിടെ വീട് വെച്ച് കൊടുക്കുന്നത്. അവരൊക്കെ ഈ മദ്രസയിൽ പോയതുകൊണ്ടാണ് സർ. കോടിക്കണക്കിന് രൂപ ഓരോ മനുഷ്യരുടെ ആവശ്യം മനസ്സിലാക്കി മദ്രസയിൽ പോയവരാണ് സർ കൂടുതൽ നൽകിയത്. അങ്ങനെയാണ് 25, 30, 40 കോടിയൊക്കെയായി ഈ കണക്ക് കൂടിയത്. മറിച്ച് ഈ മദ്രസയിൽ പോകാത്തവരോട് പറഞ്ഞാൽ 1 കോടി തുണി പോലും കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും സർ. ഏതായാലും ഈ സഹോദരി ആരാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മദ്രസയെക്കുറിച്ച് ഇത്രയ്ക്കും വ്യക്തമായി സത്യം വിളിച്ചു പറഞ്ഞ ഈ സഹോദരിക്കിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മദ്രസയെക്കുറിച്ച് പലതരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഒരു വിഭാഗം തലയ്ക്ക് വെളിവില്ലാത്തവന്മാർ നടത്തുന്നത്. മദ്രസ മോശമാണ്, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ മോശമാണ്, അവിടെ പഠിക്കുന്നത് സമൂഹത്തിന് അപകടമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ മദ്രസയെ വിമർശിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതുപോലുള്ള ജന്തുക്കൾ ശ്രമിക്കാറില്ല. അവർ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വാർത്തകൾ മാത്രം നെഞ്ചിലേറ്റി ഞങ്ങൾ വിഡ്ഢികളാണ് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ച് ജന്തുക്കൾ. അവരോട് പറയാനുള്ളത്, മറ്റുള്ളവരുടെ നാവിൻ തുമ്പിൽ നിന്നും മദ്രസയെ വിലയിരുത്താതെ ഒരു 2 ദിവസമെങ്കിലും അവിടെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ മനസ്സിലാകും. പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത മദ്രസയെ വിമർശിക്കാൻ നടക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവരെ പോലെ തലയ്ക്ക് വെളിവില്ലാത്തവന്മാർ എല്ലാ മതത്തിലുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മദ്രസ പഠനം എന്നത് ഒരു കുട്ടിയെ മതപരമായ അറിവ് മാത്രം പഠിപ്പിക്കുന്ന കാര്യമല്ല. സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കാനും മുതിർന്നവരെ ആദരിക്കണം, അയൽക്കാരനോട് നന്മ കാണിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, സത്യസന്ധമായി ജീവിക്കണം തുടങ്ങിയ നല്ല സ്വഭാവങ്ങളും ധാർമ്മിക മൂല്യങ്ങളും കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിൽ അതിന് വലിയൊരു പങ്കുണ്ട്. ഒരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന ബോധ്യത്തോടു കൂടി തന്നെ വളരുന്നത് ആ കുടുംബത്തിനും ഒരു വലിയ അനുഗ്രഹമാണ്. അല്ലാതെ ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വാളും പരിചയം കൊടുത്തിട്ട് പ്രായപൂർത്തിയായി 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമല്ല മതപഠനം കൊടുക്കേണ്ടതും മാതാപിതാക്കളെ തിരിച്ചറിയാൻ പഠിപ്പിക്കേണ്ടതും. കുറച്ചു നാൾ മുമ്പ് ഒരു പമ്പരവിഡ്ഢി ഇതുപോലൊരു വാർത്ത പറഞ്ഞിരുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കാനും അവരോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നും അവരുടെ വാക്കിന് വില കൊടുക്കണമെന്നും അവർക്ക് പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർ വൃദ്ധസദനങ്ങളിൽ കഴിയേണ്ടവരല്ല എന്നും കൃത്യമായി പഠിപ്പിക്കുന്നത് മദ്രസയിൽ തന്നെയാണ്. മറ്റുള്ളവരോട് മാന്യമായും സ്നേഹത്തോടും സംസാരിക്കുന്ന ഒരു കുട്ടി നാളെ ഒരു നല്ല വ്യക്തിയായി വളരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ മതപഠനത്തിനോടൊപ്പം നല്ല സ്വഭാവം കൂടി വളർത്തിയെടുക്കുക എന്നത് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഗുണമാണ്. ആ നല്ല സ്വഭാവ ഗുണം കൊണ്ട് മാത്രമാണ് വൃദ്ധസദനങ്ങളിൽ മുസ്ലിം മാതാപിതാക്കളുടെ എണ്ണത്തിൽ വളരെ വലിയ കുറവ് കാണപ്പെടുന്നത്. ഇതൊന്നും കാണാതെ മദ്രസ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചൊറിച്ചിൽ വരുന്നവർക്ക് യഥാർത്ഥത്തിൽ സത്യം അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് അവർക്ക് സമൂഹത്തിൽ ഭീകരത സൃഷ്ടിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് അതിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം, തെറ്റാണെങ്കിൽ തെളിവോടെ ചോദ്യം ചെയ്യാം. എന്നാൽ ഒരു സ്ഥലത്ത് സംഭവിച്ച ഒരു തെറ്റിന്റെ പേരിൽ എല്ലാ മദ്രസകളെയും അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും മോശക്കാരായി ചിത്രീകരിക്കുന്നത് എന്ത് നീതിയാടോ? എല്ലാ മതത്തിലും തെറ്റുകൾ നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരും ചർച്ചുകളിലെ അച്ഛന്മാരും തെറ്റ് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് ആ സമൂഹം മുഴുവനും തെറ്റുകാരാണോ?
അങ്ങനെ പറയുന്നത് തന്നെ ഏറ്റവും വലിയ വർഗീയ ദുഷിച്ച മനസ്സുള്ളവരായിരിക്കും. മതം വേറെയായിരിക്കാം, വിശ്വാസം വേറെയായിരിക്കാം, ആരാധനാ രീതികൾ വേറെയായിരിക്കാം. പക്ഷേ മാതാപിതാക്കളെ ഇത്രയധികം ബഹുമാനിക്കണം, മറ്റുള്ളവരോട് നന്മ കാണിക്കണം, സത്യസന്ധമായി ജീവിക്കണം, മനുഷ്യന്മാരെ സ്നേഹിക്കണം എന്ന് വളരെ താക്കീതായി തന്നെ പഠിപ്പിക്കുന്നത് അത് മദ്രസയിൽ മാത്രമാണ്. മദ്രസയുടെ ഗുണനിലവാരത്തെയും അവരുടെ നന്മയും ഇത്രയധികം കൃത്യമായി പറഞ്ഞ സഹോദരി, നാളെ നിങ്ങൾക്കൊരു ജിഹാദി പട്ടം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. കരുതിയിരിക്കുക. മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിപ്പിക്കാനല്ല വിദ്യാഭ്യാസം വേണ്ടത്. മനുഷ്യരെ നല്ല മനുഷ്യരാക്കി മാറ്റാനാണ് വിദ്യാഭ്യാസം വേണ്ടത്. അതുകൊണ്ട് തെറ്റിനെ വിമർശിക്കാം, അനീതിയെ ചോദ്യം ചെയ്യാം. പക്ഷേ ഒരു മതത്തെയും അതിന്റെ വിദ്യാഭ്യാസത്തെയും വെറുപ്പിന്റെ കണ്ണിലൂടെ കാണരുത്. മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന ഈ കാലത്ത് പരസ്പരം മനസ്സിലാക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന ഓരോ വാക്കിനും വലിയ വിലയുണ്ട്. മദ്രസയെക്കുറിച്ചുള്ള ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഈ സഹോദരിയുടെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്.